മൈസൂരിലാണോ? അതെ, ഞാനവിടെ ജോലി ചെയ്യുന്നു. ഞാൻ മൈസൂരിലാന്ന് പഠിക്കുന്നത്. എന്താ പേര്? ഐശ്വര്യ. ഞാൻ ആനന്ദ്. എവിടെ പഠിക്കുന്നത്? ഞാൻ JSS കോളേജിൽ. ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ യൂണിറ്റ് മാനേജറാണ്. നമുക്ക് കാടാച്ചി റോഡ് വഴി പോവാം. അത് ദൂരം കൂടുതലല്ലേ? മെയിൻ റോഡിൽ പോയാൽ ഹർത്താലാരമാണ്. അവരെങ്ങാനും തടഞ്ഞാൽ പിന്നെ ചൊറയാവും. ഹർത്താലാരെ പഠിച്ച് ജീവിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നേരെ തന്നെ പോവാം. കെണിഞ്ഞല്ല, ഇറങ്ങിക്കോ. എന്തിനാ? അവർ പോകാൻ സമ്മതിക്കും. നിങ്ങളെങ്ങനെ പോകും? പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവർ പിടിക്കാണ്ട് പോയിക്കോളാം. അതിനാണെങ്കിൽ പിന്നെ എന്നെ കയറ്റി എന്തിനാ? ആടെ നിന്നിനെങ്കിലും വല്ല വണ്ടിയെങ്കിലും കിട്ടുമായിരുന്നു. ഇയാളെന്നെ വീട്ടിൽ വിട്ടിട്ട് പോയാൽ മതി, ഞാൻ ഇറങ്ങൂല. ഞാൻ പറഞ്ഞല്ലേ മാവിലായി കയറി പോവാന്ന്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ വഴി പോകുന്നത്. ഹർത്താലാന്നറിയില്ലേ? അയ്യോ, നിർത്ത് നിർത്ത് നിർത്ത്. എന്റെ കവർ പോയി. പെട്ടെന്ന് നോക്കിട്ട് ചുറ്റും ആ പെറുക്കിനെ. രക്ഷപ്പെട്ടു. നിങ്ങൾ കവർ കളഞ്ഞിട്ടല്ലേ? ഇതേതാ വഴി? കാടാച്ചെറുക്കുള്ള ഷോർട്ട് കട്ടാ. ഈലെ കാവുമ്പാകത്താൻ എത്ര സമയം എടുക്കും? തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. നിർത്ത്, ഞാൻ നടന്നു പോയിക്കോളാം. എന്ത് കലക്കനപ്പോൾ ഇത്? 5 മിനിറ്റ് എടുക്കും, ഞാൻ തന്നെ ഉണ്ടാക്കാം. ആ കുന്നുമേലോട്ട് കയറി ഇറങ്ങിയാൽ മതി. കയറി. എന്ത് പറ്റി? ഒന്ന് ഇറങ്ങിയ പിടിച്ച
ഇന്ന് വല്ലതും നടക്കോ? ശരി. ഈടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിടുന്നുണ്ട്. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇതാ എൻ്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഞാൻ. ഞാൻ അങ്ങോട്ട് വരാം. ഒരു 5 മിനിറ്റ് കുറച്ച് പെട്രോൾ ഒപ്പിച്ചിട്ട് വരാം. മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട സ്ഥലത്ത് ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല. ഇവിടെ വിട്ടാ മതി. ഇവിടെ നിർത്തിക്കോ. താങ്ക് യു. എന്നാ ശരി. കബഡി 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 മോനെ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ ഒന്ന് അകത്ത് കിടക്കേണ്ടി വരും. 2 ആഴ്ച. അപ്പോഴത്തേക്കും ഹൈക്കോടതി ജാമ്യം എടുക്കാമെന്ന് ബാലകൃഷ്ണൻ വക്കീൽ പറഞ്ഞു. കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരുപാട് വൈകിയല്ല. ഇപ്പൊ തന്നെ ഭാഗ്യം. ഈ ദിനേശേട്ടന് നാട് നിറച്ച ആൾക്കാരല്ലേ. ഫുൾ ടൈം ഫോൺ വിളി സംസാരം. എന്തായി ദിനേശ? നാളെ രാവിലെ UP സ്കൂളിൽ പൊതുയോഗമുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞ കൊണ്ടതിനാ. നിങ്ങളുടെ പാർട്ടിക്കാരനാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? നിന്റെ സുധാകരൻ കഴിഞ്ഞ അരനൂറ്റാണ്ടായി KJPയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സഖാവ് MK. ഹർഷൻ ഇവിടെ സൂചിപ്പിച്ച ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരാണ് ഈ അക്രമ പരമ്പര തുടങ്ങിയത്? ഇടതുപക്ഷ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ വാരിക്കുന്തവും മമ്പും. കഴിഞ്ഞ തവണ കുഞ്ഞിക്കണ്ണൻ സാവിന് പകരം നമ്മുടെ സുധാരണ നിർത്തിയെങ്കിൽ ഒരു 15,000 വോട്ടിനെങ്കിലും നമ്മൾ ജയിച്ചേനെ. എന്നത് ഒരിക്കലും ഞങ്ങളുടെ നയമായിരുന്നു.
എന്തെങ്കിലും കണ്ണൂരിൽ അക്രമത്തിന് രാഷ്ട്രീയം കൊടുക്കട്ടെ ഇല്ല. അന്ന് ഇവിടെ KJPയും രാഷ്ട്രപരിവാറും ഉണ്ടായിരുന്നില്ല. തെക്കൻ കാനായിലെ സമ്പന്ന മുതലാളിമാരുടെ ചൂഷണത്തിനെതിരെ സംഘടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കായികപരമായി അമർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിമാർ ഇറക്കുമതി ചെയ്ത ഊരിത്തല്ലുകാരാണ് KJP എന്ന വലിയ വിഷം ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. 1960കളിലും പ്രത്യേകിച്ച് 1971 തലശ്ശേരിയിൽ KJPക്കാർ സൃഷ്ടിച്ച വർഗീയ ലഹളകൾ, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് വിത്തുപാകിയത്. ഇവിടെ ശ്രീമതി രാധാ ബാലകൃഷ്ണൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് രാഷ്ട്രപരിവാറുകൾ എന്ന് പറയുന്നത് കേട്ടു. ഇത് കേട്ടാലേ കണ്ണൂരിലെ കൊച്ചുകുട്ടികൾ വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൊലപാതകം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് തലശ്ശേരി ടൗണിൽ പരസ്യമായി പൊതുയോഗം എന്ന പേരിൽ നടത്തിയ പരസ്യമായ രാഷ്ട്രീയ കൊലവിളി കേരളം കണ്ടില്ലെന്ന് നടക്കണം. സഖാവ് NK രവീന്ദ്രന്റെ രക്തസാക്ഷിത്വം കണ്ണൂരിൽ മനുഷ്യന്റെ ജീവിതം ഇന്ന് ഇതേ ധനത്തിൽ പണിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയാകാം, കിട്ടുമ്പോഴൊക്കെ ഞാൻ വരുന്നില്ലേ? ഒരു ശുഭകാര്യം ഏതുമാകാം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു കാലുറപ്പിച്ച് മറ്റേതെടുത്ത് വെക്കണമെങ്കിൽ ഏത് ആവശ്യമാണോ അതാണ് ധനം. ഒരു ലിസ്റ്റ് ഉണ്ടായിക്കോ. ഇത് ഇന്നീ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും മഹത്വമുള്ള ഈ ധനം ആവശ്യത്തിനനുസരിച്ച് ആളുകൾ അടുത്തുണ്ട്. ശതമാനം ആളുകൾക്ക് മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പരിഭാഷ നൽകുന്ന പോലെ ബുദ്ധിമുട്ടുള്ള പിന്നെ എനിക്ക് കൊപ്പരയാട്ടിക്കണം. മനുഷ്യനും സാമ്പത്തികമായി അതൊക്കെ വേഗം കഴിയൂ. കൊപ്പരയാട്ടിച്ച് ഞാൻ വൈകുന്നേരം അതിനുവേണ്ടി ഇത് മാത്രമല്ല, ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം പരാജയപ്പെടുന്നുവോ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിക്കും. എന്നാൽ ഈ പരിശ്രമം കാറ്റിന്റെ ഗതി അനുസരിച്ച് തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB ഉണ്ടാതെയല്ല, മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക. എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മേ ഒന്ന് പോചക്ക. ഡീസലില്ലെങ്കിൽ അടിച്ചേ. എടാ ഉപേന്ദ്രന് നാത്തു പോണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്തുനിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, നീ എടേക്ക്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ ധീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ, ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബസഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി
ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീരപോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്യം സുധാകരനാണ്. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് MK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ജാനിക്കുട്ടി, നീ എന്തിനാ എപ്പോ ഇങ്ങനെ പൈസ ചെലവാക്കുന്നത്? എന്റെ ജാനമോൾക്ക് വരച്ചു പഠിക്കാനല്ലേ? നീ മേടിച്ചു കൊടുക്കും, എന്നിട്ട് അതുപോലെ ഓരോന്ന് ഓള് വേണമെന്ന് പറയുമ്പോ ഞാൻ ഏടെന്നെടുത്ത് കൊടുക്കാനാ? നെയ്ത്തുശാലയിൽ ആകെ കിട്ടുന്ന 3000 റുപ്യ. എന്നോട് പറഞ്ഞാ പോരെ? നീ അമേരിക്ക പോവല്ലേ, പിന്നെ നിന്നെ കാണാൻ കൂടി കിട്ടൂല. തുളസി എന്നെ വിളിക്കുന്ന തുളസിയേട്ടാ ശരിക്കൊന്നുണ്ടായ ഉപേന്ദ്രൻ എങ്ങനെ ഓടി സ്റ്റേഷനിൽ കയറി ഓനൊരുത്തിന് വെട്ടി അവരിപ്പോഴ് അവരൊരാളഞ്ഞിച്ച് നടക്കുക. ഞാൻ കുറച്ച് ദിവസം തുരുത്തിപ്പോയി നിൽക്കാൻ പോവാ. നിങ്ങളുടെ ഫോണേടെ അവൾക്ക് ഓട്ടത്തിൻ്റെ കേടേ പോയി ഐപ്പ് ഓഫാ. ആർക്കെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒന്ന് തപ്പിപ്പിടിക്കണം. ഇതോടെ ഡ്രസ്സ് തന്നോട്ടാ. ഞാൻ നിങ്ങളെ കടവിൽ കണ്ടാക്കണോ? വേണ്ട വേണ്ട, അത് റിസ്ക്കാ. ജഗദീഷ് വരും, ഈ പോയിക്കോ. ഞാൻ നാളെ പോവും, തെയ്യത്തിന് വരുമ്പോൾ കാണാം. അപ്പോഴത്തേക്കും ഉപേന്ദ്രൻ ഇറങ്ങും, നീ ചെല്ലേ. ശരി.
ആ 10 മണിയായല്ലേ? പോലീസിന് കീഴടങ്ങാൻ പോയ ആളെയാ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്. അത് നടു റോട്ടിൽ വെച്ചിട്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എളയപ്പൻ എന്ന ഗാന്ധിനായി ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയിൽ നമുക്ക് അഹിംസവാദികളാൻ കഴിയുമോ? ഞാൻ അഹിംസാവാദിയൊന്നുമല്ല. പക്ഷെ നിങ്ങൾ പകരം വീട്ടേണ്ട കാര്യമൊന്നുമില്ല. പരിഷ്കൃത സമൂഹത്തിൽ ഭരണകൂടമുള്ളത് അതിന്. ഈ ഭരണകൂടത്തിന് നീതി വ്യവസ്ഥയ്ക്ക് ഓനെ ശിക്ഷിക്കാൻ കഴിയൂല. ശത്രു നിയമം കയ്യിലെടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തണം. അല്ലാതെ കുടുംബ വളർത്തുകയല്ല വേണ്ടത്. അയ്യൂരിലും പുന്നപ്പുറ വൈതാറിലും ജനങ്ങളെ സംഘടിപ്പിച്ചതും സമരം ചെയ്തതും കുടുംബകയുടെ പേരിലല്ല, രാഷ്ട്രീയ ബോധത്തില്. അതൊക്കെ വേണം. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്കാരെ എങ്ങനെ സംഘടിപ്പിക്കും? അത് ശരി. ബോംബേരും കത്തിക്കുത്തുന്നിടത്തേലെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നതാണോ? എൻ്റെ ആലപ്പുഴയിലെ അവസ്ഥയല്ല ഇവിടെ കണ്ണൂരിൻ്റെ അവസ്ഥ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്നത് മനസ്സിലാക്കണം. ഇപ്പൊ പിന്നെ വേദം പഠിച്ച പോത്താണ് വെട്ടാൻ വരുന്നത്. അക്രമം കൊണ്ട് അക്രമത്തെ നേരിടാനാണെങ്കിൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? രാധികച്ചി, ഇന്ന് സിനിമയ്ക്ക് പോയല്ലോ? ഇന്നിനി ഈ മീറ്റിംഗ് കഴിയണം. മാത്രമല്ല ദിനേശ് ചേട്ടൻ വൈകിട്ട് ട്രിവാൻഡ്രം പോവല്ലേ, നമുക്ക് നാളെ പോവാം. ഞാൻ ഇന്ന് തിരിച്ചു പോവും. ഞാൻ അങ്ങനെയാണെങ്കിൽ നെയ്ത്ത് കമ്പനി പോയിട്ട് ബാക്കി ഫോട്ടോസ് എടുത്തിട്ട് വരാം. കളിക്കാവാ. നേരത്തെ ഞാൻ വിളിച്ചത് ഇത് കൂട്ടാൻ്റെ ഫോണ്. എന്താ വീട്? നിങ്ങളെന്താ ഇടാ? എൻ്റെ വീട് ഇടയാ. എൻ്റെ വീട് ഇടയാ, കാവിലേരി. എൻ്റെ വീട് ചെന്നം. അന്ന് ഇടയ്ക്കാട് വിട്ടത് എൻ്റെ ഇളയമ്മൻ്റെ വീട്ടിലാ. വീട് ലൂമിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാ, പ്രൊജക്ട് വർക്കിന് വേണ്ടിയിട്ട്. ഇത് ലീല, ആനന്ദ് എൻ്റെ ഫ്രണ്ടാണ്. താങ്ക് യു. മിനിയാന്ന് പിന്നെ ഹർത്താലുകാർ പിടിച്ചോ? ശരിയാ. ആനന്ദ് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് വിളിച്ചിട്ടൊരു ചായ പോലും ഓഫർ ചെയ്തില്ല. മോശമായിപ്പോയി. അത് സാറില്ല, ഇനി ഹർത്താലുണ്ടല്ലോ. ഇത് കാണും, ഇടയ്ക്ക് വിളിക്കാലോ. ഞാൻ ഇറങ്ങട്ടെ. ശരിയാവും. പോന്നെന്നാൽ അച്ഛൻ കഴിച്ചാ? അല്ല, ചോറ് തിന്നോന്ന്. ഓ, ഞാൻ കീഴന്നൂർ നിത്തുന്നതിന് നീ പോയി തിന്നോ. ശരി. അതുമല്ല, ദിനേശിന് എന്തിനാ അവിടെ പോയത്? ചെന്നൈത്തെ പാർട്ടിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദിനേശിന് മാത്രമാണ്. സഖാവ് രാധിക കല്യാണത്തിന് ശേഷം കാര്യപ്പള്ളി മാറിയെന്നോട്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പം സംസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യേണ്ട ആളാ. ആ, ഇന്നലത്തെ സംഭവം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു വഴിയില്ലാത്തോണ്ടാണ് ഐശ്വര്യ എൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത്. സഖാവും ദിനേശിനും കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കണ്ണൂരിൽ നമ്മളെല്ലാം ഈ സ്ട്രഗിളിൻ്റെ പാർട്ടാണ്. അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്. നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഞാൻ തീയതി ആലോചിക്കുമ്പം 1975 ജൂൺ മാസം മംഗലം 25-ാം തീയതി ആണല്ലേ അടിയന്തരാവസ്ഥ.
പിന്നെ 2 കൊല്ലം പോലീസ് ഒളിവ്. ഇവന്റെ മൂത്ത ചേച്ചീനെ പെറുമ്പം രാഘവാട്ടം ചെയ്യില്ല. അമ്മേ ഐശ്വര്യക്ക് ഇറങ്ങണം. മോളെ, നീ ചിങ്ങത്തിൽ വരുമ്പം നമുക്ക് ആ മോതിരം മാറ്റാൻ കഴിക്കാം. അമ്മ തിരക്കൂട്ടണ്ട, ഐശ്വര്യ പഠിക്കുമല്ലേ. ഞാൻ ഇറങ്ങട്ടെ, ലേറ്റാവും. ആ, ഞാൻ അടുത്ത മാസം മൈസൂരേക്ക് വരുന്നുണ്ട്. അപ്പൊ ബന്ധപ്പെടാ. പ്രൊജക്ടിന്റെ തിരക്കായിരിക്കും. പറ്റിയ കാണാൻ സിദ്ധാരട്ടാ. ആ, എന്നാ ശരി. കാലിൻ്റെ മുട്ടിലൊന്ന് വേന. ആ, ആടെ കിടക്ക്. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ದೊರಕುತ್ತಿಲ್ಲ ಅಥವಾ ಸ್ವಿಚ್ ಆಫ್ ಆಗಿರಬಹುದು. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ചായ എടുക്കട്ടെ? വേണ്ട. നിനക്ക് ചായ വേണ്ടല്ലോ. എന്നാ ഒന്ന് എടുത്തോ. നീ എന്താ നേരത്തെ വന്നേ? ഇത് തീർക്കണ്ടേ? ഓ, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഡി, ഞാൻ ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ടറിയാൻ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ 3 തവണയായി ആനന്ദ് എന്നെ വിളിക്കുന്നു. നീ എന്താ അവന്റെ ഫോൺ എടുക്കാത്തെ? അവനാണോ അതിനെ അടി ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അവന്റെ ഫോൺ എടുത്താ? എനിക്ക് എടുക്കാൻ തോന്നിയില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? നീ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അവന്റെ സംസാരം കേട്ടാൽ തന്നെ സങ്കടം വരും. കണ്ണൂരിലെ കാര്യം എനിക്കറിയാത്തോണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക ആൾക്കാർ. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? കുറച്ച് നാളായിട്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയല്ല ഓർത്തെടുത്ത്. അവൻ അവൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കറക്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അവൻ വീണ്ടും വിളിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് പ്ലീസ്. ഹലോ ആനന്ദ്, നീ ഇനി ഐശ്വര്യ വിളിക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ ഓവർ. ബെന്നി സാർ,
അമ്മോ ഉറങ്ങുന്നില്ലേ? ആ പോന്നു. ഇതെന്ത് പണിയായി കാണിച്ച്? തട്ടി താഴെ വല്ലതും വീണാലോ? ഒന്നും പറ്റൂല. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. കൊടീൻ്റെ നിറം നോക്കാണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ടാണ് ഒരാളായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിച്ചത്. ഒരു പുതിയ ലൈഫിനെ പറ്റി സ്വപ്നങ്ങൾ എന്നെ പഠിപ്പിച്ചോ നിങ്ങളാണ്. ഇനി നിങ്ങൾ എന്നെ വെറുത്താലും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. താങ്ക്സ്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ പോയിക്കോളാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദു? നീ പറയും പോലെ അല്ല. നിനക്കറിയാലോ നമ്മുടെ നാട്ടുകാരെ. ഓർമ്മ വെച്ചപ്പം തൊട്ട് കേൾക്കുന്നതും കാണുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നേരെ മുമ്പിൽ വെച്ചിട്ട് രാമകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്നത്. നീ പോ, എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ ജീവനോടെ ഉണ്ടാവുമല്ലോ. Oh!
Yeah, I'm calling from Coimbatore Nagar. There's an emergency trip to Kannur. Yeah, yes. Next to the market. From there? Yes, and then take left. You'll reach a junction. Okay? Once you reach there, just give me a call. Okay? Yeah. ഇന്ദിരച്ചി ദിനേശേട്ടൻ പോയി അമ്മു. അമ്മു